ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇപ്പം നമുക്ക് നോക്കാട്ടോ. പിന്നെ കാമാഖിയിലും കാളിഘട്ടിലും ഒക്കെ ഉള്ള എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. കാരണം ഇപ്പോൾ എല്ലാവർക്കും ആ ഒരു എക്സ്പീരിയൻസ് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കില്ല. അപ്പോൾ എനിക്ക് കാളിഘട്ടിൽ വെച്ച് എനിക്കൊരു എന്നെ അത്ഭുതപ്പെടുത്തിയ എനിക്ക് കരഞ്ഞു പോയൊരു കാര്യം ഉണ്ടായിട്ടാണ്. അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് മാത്രം ഗൈഡൻസ് എടുക്കാം. അല്ലാത്തവർക്ക് ഇപ്പോൾ കേൾക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ മാത്രം കേട്ടാൽ മതിയല്ലോ. അപ്പം നമുക്ക് ആദ്യം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ടോപ്പ് ഫാൺസിൻ്റെ എനർജിയാണ്. എയ്റ്റ് ഓഫ് ഫാൺസ്, Ace of Cup, Ace of Wands, Page of Cup. പുതിയ തുടക്കമാണല്ലോ, പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. 3 of Wands, Queen of Cups. ബോട്ടം വന്നിട്ടുള്ളത് 2 of Cups. കൺഫ്യൂഷനുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യണോ, ഇത് എങ്ങനെ ചെയ്യണം, അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. നൊസ്റ്റാൾജിയ വന്നിട്ടുണ്ട്. ഫെദർ. മോർണിംഗ് ആണ് ബോട്ടം വന്നിട്ടുള്ളത്. പോഷൻ, എർത്ത് വോം. ഇതിൽ നമുക്ക് ആദ്യം വന്നിട്ടുള്ള കാർഡ് 2 of Wandsന്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പുതിയ ഒരു ദിശയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇതിൽ 2 of Wands ഒരു കൺഫ്യൂഷൻ്റെ എനർജിയാണ്. ഒന്നോ അതിലധികമോ ചോയ്സസ് ഉണ്ട്. അപ്പം അതിലെന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ കുറച്ച് നല്ല പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോകുന്നതാണ് നല്ലത് കേട്ടോ. നിങ്ങൾ ഇപ്പം ആലോചിക്കുന്ന കാര്യം ഒന്നുകൂടി പ്ലാൻ ചെയ്തിട്ട് മാത്രം മുന്നോട്ട് പോകേണ്ടതാണെന്നാണ് കാണുന്നത്. രണ്ടാമത് വന്നിട്ടുള്ളത് 8 of Wandsന്റെ എനർജിയാണ്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇനി വളരെ സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കും കേട്ടോ. കുറേ ലാഗ് ഉണ്ടായിരുന്നെങ്കിൽ, കുറേ കാര്യങ്ങൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ ചിലപ്പോൾ നാളെ മുതൽ ഇന്നും കൂടെ മാത്രമേ ആ കൺഫ്യൂഷൻ നടക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് വളരെ സ്പീഡിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. വളരെ കോൺഫിഡൻസോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങളെ ഫോളോ ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാകും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാകും. നിങ്ങൾ ചെയ്യുന്നതാണ് ശരി, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻ കറക്റ്റ് ആണെന്ന് മറ്റുള്ളവർ വിചാരിക്കും. മറ്റുള്ളവർ നിങ്ങളെ ഫോളോ ചെയ്യും എന്നാണ് കാണുന്നത് ഇതിനകത്ത്. ഇപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. ഏസ് ഓഫ് കപ്പാണ്. അപ്പോൾ ഇതിൽ ഒരു പുതിയ അനുഗ്രഹം നിങ്ങൾക്ക് വരുന്നു എന്ന് പറയാം. നിങ്ങളുടെ
നിങ്ങളൊരു സെൽഫ് ഹീലിംഗ് ഒക്കെ ഇപ്പം ചെയ്യുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലാകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ പ്രചോദനമാകുന്നുണ്ട്, മറ്റുള്ളവർക്കും നിങ്ങൾ ഒരു ഇൻസ്പിറേഷൻ ആകുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ പിന്നെ ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഇതും പുതിയ തുടക്കമാണ് കേട്ടോ. പുതിയ എന്തോ ഒരു അവസരം നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വരുന്നു. പുതിയൊരു ചിന്തയായിരിക്കാം, ഒരു ആത്മവിശ്വാസമായിരിക്കാം, പുതിയൊരു ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്പിരിച്വൽ പ്രാക്ടീസ് ആയിരിക്കാം നിങ്ങൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രാർത്ഥനയാവാം. ചിലപ്പോൾ ഇന്ന് കർക്കിടകം 1 അപ്പോൾ അതിൻ്റെതായ ഒരു ഒരുക്കങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യമായിരിക്കും, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അതിൽ ചിലപ്പോൾ രാമായണം വായിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. കർക്കിടക വാവിൻ്റെ ആ ഒരു ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മുതൽ ഇന്ന് നിങ്ങൾ കുറേ കാര്യങ്ങൾ മാറാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് വന്നതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് കർക്കിടകത്തിൻ്റെ ആ കാര്യം ഓർമ്മ വന്നത് കേട്ടോ. പിന്നെ പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളിൽ നിന്നാവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു മെസ്സേജ് ആകാം. പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു മെസ്സേജ് വരാമെന്നാണ് കാണുന്നത്. അതൊരു വളരെ ഒരു നല്ല വാർത്ത നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മനസ്സിൽ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു വാർത്ത നിങ്ങൾക്ക് കിട്ടാമെന്നാണ് കാണുന്നത്. മറ്റുള്ളവർ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ മറ്റുള്ള ഏതോ ഒരു വ്യക്തിയിൽ നിന്നൊരു വാർത്ത അത് നിങ്ങൾക്ക് കിട്ടാമെന്നാണ് കാണുന്നത്. പിന്നെ 3 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. ഇതിൽ നിങ്ങൾ എവിടെയോ ഒരു യാത്ര പോകുന്ന ഒരു എനർജിയാണ് കേട്ടോ കാണുന്നത്. നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം, കൂടുതൽ പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യം, അതിന് ഫലം കിട്ടുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ ചിലപ്പം പ്രതീക്ഷിക്കാത്ത സമയത്താണ് നമുക്ക് എപ്പോഴും അനുഗ്രഹങ്ങൾ വരുന്നത്. അങ്ങനത്തെ ഒരു അനുഗ്രഹം ഇന്നത്തെ ദിവസം വരും എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഏതൊക്കെയോ അവസരങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. കാരണം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്ന അവസ്ഥയിൽ നിന്നും അതൊക്കെ മാറിയിട്ട് നിങ്ങൾ വളരെ സ്പീഡിൽ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് വരുന്നത്. പിന്നെ ക്യൂർ ഓഫ് കപ്സ് ആണ്. ഇപ്പൊ ഹീലിംഗ് നടക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ നോക്കുക. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ നന്നായിട്ട് സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കുക, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. പക്ഷെ നമുക്ക് പ്രയോറിറ്റി നമുക്കാണ്, അത് എപ്പോഴും ചെയ്യണം. പിന്നെ നമ്മൾ ഈ അങ്ങോട്ട് മാത്രം കൊടുത്തുകൊണ്ടിരുന്നാൽ അതെല്ലാം തിരിച്ച് കിട്ടണം എന്നുള്ള ഒരു ഇതും ഉണ്ടാവില്ല, കിട്ടണമെന്നുമില്ല. അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വരും, മനസ്സിൽ എല്ലാവരോടും ഒരു കരുണ തോന്നും. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. പിന്നെ 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ്, നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. സോൾ കണക്ഷനുള്ള റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു. ചിലപ്പോൾ അതൊരു പാർട്ട്ണർഷിപ്പ് ആകാം, നിങ്ങളുടെ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആകാം. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു പാർട്ട്ണർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതും ആകാം. പിന്നെ ഇതിൽ വന്നിട്ടുള്ളത് നൊസ്റ്റാൾജിയാണ്. നിങ്ങൾ ഈ ഒരു സമയവും പഴയ ഓർമ്മകളിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും പഴയ ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കാം. ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നതും ആവാം. അതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ ഏറ്റവും സന്തോഷകരമായ എന്തൊക്കെയോ കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു പ്രസന്റിൽ എന്തൊക്കെയാണ് നടക്കണമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ചില പഴയ ബന്ധങ്ങൾ, നമ്മൾ ഒരുപാട് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അത് ഇപ്പോഴും നമുക്ക് അത്രയും ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മകളായിട്ട് വീണ്ടും വീണ്ടും വരുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അത് ഇന്നത്തെ ജീവിതം നഷ്ടപ്പെടുത്തിയാണ് നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് ഏറ്റവും വലിയൊരു തെറ്റാണെന്ന് കൂടി മനസ്സിലാക്കണം. നമുക്ക് ഇപ്പം കഴിഞ്ഞു പോയ സംഭവങ്ങളൊന്നും പൂർണ്ണമായിട്ടും മറക്കാനോ അല്ലെങ്കിൽ വിട്ടുകളയാനോ ഒന്നും ചിലപ്പോൾ പറ്റൂല. പക്ഷേ അത് ഇന്നത്തെ ജീവിതത്തിന് ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ
അത് നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണെന്ന് കൂടി മനസ്സിലാക്കുക. എപ്പോഴും അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അന്ന് ഇങ്ങനെ എന്ന് ആ ഒരു കാര്യം ആ ഒരു വ്യക്തിയോട് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരെന്നോട് ഇങ്ങനെ പെരുമാറിയിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് നിങ്ങൾ മാറ്റണം എന്നുള്ളതാണ്. പഴയ ചിന്തകളിൽ നിങ്ങൾ അധിക സമയം ചെലവഴിക്കാതിരിക്കുക. നിങ്ങൾ ഈ പ്രസന്റിൽ നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ നിങ്ങളുടെ ആ ഒരു അവസരങ്ങളാണ്, ഇന്ന് നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങളാണ് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നതെന്ന് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്താണ് ചെയ്യേണ്ടത് ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ നിമിഷത്തിൽ ജീവിക്കണം കേട്ടോ. ഈ നിമിഷത്തിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഫ്യൂച്ചറിനെ കൃത്യമായിട്ടും നമുക്ക് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റണത്. ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ്. അപ്പം ഇന്നത്തെ തീരുമാനമാണ് നമ്മളുടെ നാളെയെ മാറ്റുന്നത്. അത് മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ ഫ്യൂച്ചറിൽ നമുക്ക് സംഭവിച്ച കാര്യങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമ്മളുടെ നാളെ വളരെ മോശമായിരിക്കും. അത് എപ്പോഴും ചിന്തിക്കണം. ഇതില് അടുത്ത് വന്നിട്ടുള്ള ഫെദറാണ്. തിങ്ക് ബിഫോർ യു ജഡ്ജ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതില് നമ്മൾ മനസ്സ് ലഘുവാക്കി വെക്കേണ്ട ആവശ്യമുണ്ട് എന്ന് അതിൻ്റെ ആവശ്യകതയാണ് കേട്ടോ. നമ്മൾ ആരെങ്കിലും കണ്ട ഉടനെ അങ്ങ് ജഡ്ജ് ചെയ്യും. അതങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ കൂടെ ചിലവഴിക്കുന്ന കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഒരാളിനെ അങ്ങ് ജഡ്ജ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ആരെയും കാണുമ്പം ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആരുമല്ല എന്ന് മനസ്സിലാക്കുക. ഒരാളെയും ജഡ്ജ് ചെയ്യാൻ പോകരുത്. അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കാണുമ്പം അപ്പം നമ്മൾ ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇത് ആയതുകൊണ്ടാണ്, അങ്ങനെ പറയരുത്. പിന്നെ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്ന വാർത്തകൾ, നമ്മൾ മറ്റുള്ളവരുടെ വായിൽ നിന്നും വരുന്ന കാര്യങ്ങൾ അതെല്ലാം അതേപോലെ നമ്മൾ വിശ്വസിക്കരുത്. പിന്നെ നമ്മളിപ്പം മറ്റുള്ളവരെ കുറ്റം പറയുകയും അവർ ജഡ്ജ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ആളിൻ്റെ ആ ഒരു പെരുമാറ്റത്തിന് പിന്നിൽ നിങ്ങൾക്കറിയാത്തൊരു കഥയുണ്ടാവും. അത് മനസ്സിലാക്കുക. കാരണം നമുക്ക് ഒരാളിനെ കാണുമ്പോൾ തന്നെ അവരുടെ സ്റ്റോറി മുഴുവൻ പറയാനോ അവരെ മനസ്സിലാക്കാനോ ഒന്നും നമുക്ക് പറ്റൂല. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പെരുമാറ്റമുള്ള ഒരു വ്യക്തിയെ നമ്മൾ അടച്ചാക്ഷേപിക്കും. അതങ്ങനെയാണ്, അത് അഹങ്കാരമാണ്, അല്ലെങ്കിൽ അവർക്ക് എന്ത് ജാടയാണ്, അല്ലെങ്കിൽ അവരെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ആ വ്യക്തിയെ കൂടുതൽ മനസ്സിലാക്കി അവരുടെ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരാളായിരുന്നോ, ആ ആളിങ്ങനെ ഇതായിരുന്നോ കാര്യം എന്ന് നമ്മൾ പിന്നെ പശ്ചാത്തപിക്കേണ്ട ഒരിടം ഉണ്ടാവും കേട്ടോ. അപ്പം അതുകൊണ്ട് മറ്റുള്ള ഏത് വ്യക്തികളായാലും കണ്ട ഉടനെ നിങ്ങൾ ജഡ്ജ് ചെയ്യാതിരിക്കുക. ഒരു സാഹചര്യം കണ്ട ഉടനെ ജഡ്ജ് ചെയ്യാതിരിക്കുക. നമുക്കിതൊന്നും ആവശ്യമില്ല കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. ഈ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്നത് നമ്മളുടെ പണിയല്ല, മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കുന്നത് നമ്മളുടെ പണിയല്ല. ഒരാളിന് ഒരു കാര്യം അവർ പെരുമാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ നിങ്ങൾ അറിയാത്തൊരു സത്യം ഉണ്ടാവുമെന്ന് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മോർണിംഗ് ആണ്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം വേണം വിലയിരുത്താൻ കേട്ടോ. നമ്മളൊരു കാര്യം ആദ്യ സാഹചര്യം പൂർണ്ണമായും മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷം മാത്രം നമ്മൾ ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾ ഒരു കാര്യം പെട്ടെന്ന് പ്രതികരിക്കും. ഈ പ്രതികരിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പ്രതികരിക്കാവൂ. ഇപ്പം ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കണം എന്നൊരു തോന്നൽ വന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. ആദ്യം പ്രതികരിക്കുന്നതിന് മുന്നേ ഒരു കാര്യമെങ്കിലും നിങ്ങൾ അറിയാത്തൊരു കാര്യം ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എല്ലാ കാര്യത്തിൻ്റെ സത്യാവസ്ഥ മുഴുവൻ നമുക്ക് അറിയണം എന്നില്ല. സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അഭിപ്രായം പറയാവൂ. അല്ലാത്ത നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല. ചിലപ്പോൾ നമ്മളെപ്പോഴും മറ്റുള്ളവരെ വിധിച്ചുകൊണ്ടിരുന്നുണ്ടല്ലോ, മറ്റാരെങ്കിലുമൊക്കെ നമ്മളെ ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുക. നമ്മളെക്കുറിച്ച് നമ്മൾ വിധി പറയാതിരിക്കുക. ഇന്ന് ബോധപൂർവമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ചെയ്യണത് കേട്ടോ. എല്ലാ കാര്യത്തിലും ഒരു ബോധം കൊണ്ടുവരണം. നമ്മൾ കാണുന്നത്, പറയുന്നത്, ചിന്തിക്കുന്നത്, ഇങ്ങനെ ഓരോ കാര്യത്തിലും
ബോധപൂർവമായ ഒരു അന്വേഷണം വേണം. നമ്മൾ സംസാരിക്കുമ്പം ഇത് ഞാൻ പറയേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നമുക്കൊരു ചിന്ത വരുമ്പോൾ ഈ ഒരു ചിന്തയുടെ ആവശ്യം എനിക്ക് ഈ നിമിഷം ഉണ്ടോ? നമ്മളൊരു വാക്ക് പറയുമ്പോൾ ഈ ഒരു വാക്ക് ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം കേട്ടോ. അങ്ങനെ ചിന്തിച്ച് നമ്മൾ ബോധപൂർവം ചില കാര്യങ്ങൾ മാറ്റി എടുക്കാൻ ശ്രമിക്കണം. നമ്മൾ തന്നെ ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. ഓരോ ദിവസവും നമ്മൾ ബെറ്റർ ആവും എന്നുള്ളതാണ്. അപ്പം ബോധപൂർവമായിരിക്കണം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് മോർണിംഗ് ആണ്. ദ വേൾഡ് അവൈറ്റ്സ് യു ആണ്. അപ്പം ഇന്ന് ഒരു പുതിയ പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരു പുതിയ സൂര്യോദയം പോലെ ഓരോ ദിവസത്തെ സൂര്യോദയവും പുതിയതാണ്. അതുപോലെ ഓരോ അവസരങ്ങളും ഓരോ പ്രഭാതത്തിലും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇതിൽ മടി പിടിച്ച് കിടക്കുന്ന ആൾക്കാരെ എഴുന്നേറ്റ് നിങ്ങളുടെ കാര്യം ഒന്ന് നോക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കഴിവുകളെല്ലാം ലോകത്തിന് അറിയിച്ചു കൊടുക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ കഴിവുകൾ കാണിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഭയന്ന് നിൽക്കാതെ അല്ലെങ്കിൽ മടി പിടിച്ച് നിൽക്കാതെ നിങ്ങൾക്കായിട്ടുള്ള അവസരങ്ങളെ കണ്ടെത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളൊന്നും എന്താണ് ഒന്നിനെ തേടി നിങ്ങൾ പോണ്ട. നിങ്ങൾ തേടി എല്ലാം വരും എന്നുള്ളതാണ് കേട്ടോ കാണുന്നത്. നിങ്ങൾ തയ്യാറാവണം. പക്ഷെ അതിന് വേണ്ടി നമ്മൾ തയ്യാറായാൽ, നമ്മൾ മാനസികമായി പ്രിപ്പയർഡ് ആയാൽ മാത്രമേ ആ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരുള്ളൂ. അതാദ്യം മനസ്സിലാക്കാം. പക്ഷേ നിങ്ങളാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കേണ്ടത്. നിങ്ങളാണ്. ഇപ്പൊ എല്ലാം ഇനി എന്നെ തേടി വരും എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. നമ്മൾ പ്രിപ്പയർഡ് ആകണം. ഈ ഒരു അവസരം എന്നിലേക്ക് വരാൻ എൻ്റെ മനസ്സ് ഓരോ ഇതിൽ അടുത്ത് വന്നിട്ടുള്ള എർത്തുവം ഉണ്ട് ഇതിനകത്ത്. അപ്പം എർത്തുവം പോലെ അത് നിലം ഒരുക്കുന്നത് പോലെ നമ്മളെ ഒന്ന് ഒരുക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് അവസരങ്ങൾ നമ്മളെ തേടി വരും എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ മടി പിടിക്കരുതേ. മടി പിടിക്കാതെ ഇന്ന് മടി പിടിക്കാതിരിക്കുക. മടി പിടിച്ച് കിടക്കുന്ന ആൾക്കാർക്കുള്ളൊരു മെസ്സേജാണ്. പുതിയ പ്രഭാതം, പുതിയ സാഹചര്യങ്ങൾ, പുതിയ സാധ്യതകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾ മടിയൊക്കെ മാറ്റിയിട്ട് എണീക്കാനാണ് പറയുന്നത്. പിന്നെ പോഷനാണ്. ഇതിൽ ഇൻവിഗ്രേഷൻ എംപവർമെൻ്റ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ആ ഉള്ളിലുള്ള ഒരു ഊർജം അത് ഈ ഒരു സമയം അതൊരു പരിവർത്തനത്തിൻ്റെ ഒരു പാതയിലാണ് നിങ്ങളുടെ ഊർജം എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ പോഷൻ എന്ന് പറയുന്നത് കുറേ ഔഷധങ്ങൾ ചേർന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ അനുഭവങ്ങൾ വലിയ ശക്തിയുള്ള ഒരു കാര്യം ഉണ്ടാക്കും. കാരണം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചേർന്നാണ് ഒരു ഔഷധക്കൂട്ടോ ഒരു മരുന്നും ഉണ്ടാകുന്നത് എന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ അനുഭവങ്ങൾ വലിയ ശക്തിയായിട്ട് മാറിയിട്ടുണ്ടാകും. ആൾറെഡി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ശക്തി ഉണ്ടാകും എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ളൊരു ഊർജം തിരിച്ച് കിട്ടുന്നൊരു സമയമാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം ശരിക്കും നിങ്ങൾ എന്തായി തീരണം എന്നുള്ളൊരു കാര്യം അത് നിങ്ങൾക്ക് വർദ്ധിക്കുമെന്ന് കാണുന്നുണ്ട്. പഴയ ക്ഷീണമൊക്കെ മാറി ഒരു പ്രചോദനം കിട്ടും, ഒരു ഇൻസ്പിറേഷൻ കിട്ടും എന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങളുടെ ശക്തി തെളിയിക്കേണ്ട അല്ലെങ്കിൽ തിരിച്ചറിയേണ്ട ഒരു സമയമാണ്. നിങ്ങൾക്ക് കഴിയുമെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇത് എന്നെ കൊണ്ട് പറ്റൂല മടി പിടിച്ച് കിടക്കുന്ന ആൾക്കാർക്ക് ഇതിൽ മോർണിംഗ് ആണ്. അപ്പോൾ അത് മടി പിടിച്ച് കിടക്കുന്ന ആൾക്കാർക്ക് എനിക്കിത് പറ്റും, എന്നെ കൊണ്ട് സാധിക്കുമെന്ന് നിങ്ങൾ ആത്മവിശ്വാസത്തോട് പറയാൻ ശ്രമിക്കുക. പിന്നെ ഇതിൽ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ആത്മീയമായ കഴിവുകൾ ഈ ഒരു സമയം മുതൽ പുറത്തേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. എർത്തുവമാണ് അടുത്ത്. ഇതില് ഈ എർത്തുവം മണ്ണിനടിയിൽ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ കൂടുതൽ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അത് പതിയെ വളരെ സ്ലോയിലാണ് അത് പല കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ ഈ വലിയ മാറ്റങ്ങളെല്ലാം വളരെയധികം ഇങ്ങനെ ഒരു ഒച്ചയോടുകൂടിയൊന്നും അല്ല സംഭവിക്കണത്. അപ്പം പലപ്പോഴും നിശബ്ദമായിട്ടുള്ള ചില കാര്യങ്ങൾ വലിയ മാറ്റം സംഭവിപ്പിക്കും, അതിന് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്ന ചെറിയ പരിശ്രമങ്ങൾ അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വലിയൊരു മാറ്റത്തിന്റെ കാരണമാകും എന്നാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതായത് ഇതിൽ ഒരു പകുതി പുറത്തും പകുതി അകത്താണ് ഉള്ളത്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ്. പഴയ ചിന്താരീതിയിൽ പകുതി മാറി പകുതിയുണ്ട്. പുതിയ വ്യക്തിത്വം വന്നിട്ടുണ്ട്, എന്നാൽ പൂർണ്ണമായും ആയിട്ടില്ല. ജീവിതം പുതിയ ദിശയിലേക്ക് മാറുന്നുണ്ട്, എന്നാൽ പഴയതിൽ കുറച്ച് ഉണ്ട് താനും.
അപ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊന്ന് വിലയിരുത്തണം കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഴയത് എന്തൊക്കെയാണ് ഞാൻ സൂക്ഷിച്ചിട്ടുള്ളത്, അതിൽ എത്രയും പെട്ടെന്ന് ഞാൻ പുതിയ ഒരു കാര്യത്തിലേക്ക് പൂർണ്ണമായും മാറണം എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരണം. കാരണം ഇന്നൊരു പകുതി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ, നിങ്ങളുടെ പെരുമാറ്റത്തിലെ, നിങ്ങളുടെ വ്യക്തിത്വത്തിലെ പകുതി കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു, പകുതി ഇനിയും ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ഉത്തരങ്ങളും പെട്ടെന്ന് തന്നെ കിട്ടൂല. ക്ഷമയോടെ മുന്നോട്ട് പോയാൽ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കിട്ടും എന്നാണ് കാണണം. അപ്പോൾ ഇന്ന് നിങ്ങളെയും ഒന്ന് ജഡ്ജ് ചെയ്യണ്ട കേട്ടോ, പെട്ടെന്ന് ജഡ്ജ് ചെയ്യാതിരിക്കുക. നിങ്ങളെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. എന്നാൽ നമ്മൾ ചെയ്യേണ്ട എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. മാറ്റം വരുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു ട്രാൻസിഷൻ നടക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാളിഘട്ടിലെ ആ ഒരു കാര്യം പറഞ്ഞുതരാമെന്ന്. കാളിഘട്ടിലെ അത് ഒരു 25 വർഷം മുന്നേ ഞാൻ ഈ അമ്പലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കേട്ടോ. 26 വർഷമായെന്ന് തോന്നുന്നു ഞാൻ യോഗാനന്ദജിയുടെ ആ ഒരു യോഗിയുടെ ആത്മകഥ എന്ന് പറയുന്ന പുസ്തകം അന്ന് ജസ്റ്റ് വേറൊരാളിന് എൻ്റെ നിന്ന് എടുത്ത് വായിച്ചതാണ്. അത് ഒറ്റൊരു ദിവസം കൊണ്ട് ഞാൻ വായിച്ചു തീർത്തൊരു പുസ്തകമാണത്. പിന്നെ അത് ഞാൻ വാങ്ങി. അപ്പോൾ ആ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ അത് കുറച്ചധികം തവണ വായിച്ചിട്ടുണ്ട്. അപ്പം ആ പുസ്തകം വായിച്ചപ്പോൾ തന്നെ എനിക്ക് ആ കാളിഘട്ട് എന്ന് പറയുന്ന അമ്പലത്തെക്കുറിച്ചും അവിടുത്തെ കൽക്കത്ത നഗരത്തെക്കുറിച്ചും അവിടുത്തെ ജീവിത രീതിയെക്കുറിച്ചും ഒക്കെ ആ പുസ്തകത്തിൽ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം തന്നെ എനിക്ക് എപ്പോഴെങ്കിലും കാളിഘട്ടിലൊന്ന് പോകാൻ പറ്റിയെങ്കിൽ, പക്ഷേ ആ സമയമൊന്നും നമുക്ക് ഈ കാളിഘട്ട് എന്ന് പറയുന്നത് എനിക്ക് സ്വപ്നത്തിൽ പോലും പോകാൻ പറ്റുന്നൊരു സ്ഥലമായിരുന്നില്ല. പക്ഷേ ഒരാഗ്രഹം അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് കാളിഘട്ടിലും പോകണം. കാളിഘട്ട് എനിക്ക് അത്രയും എനിക്ക് എന്നെ വിളിച്ചിട്ടുള്ളൊരു സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാളിഘട്ടിൽ പോയി. അപ്പോൾ ഈ കാളിഘട്ട് അമ്പലത്തിൽ ഒരു നമ്മളിങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ കച്ചവടക്കാരുണ്ട്. ഇടത് സൈഡിൽ ഇടത് സൈഡിലെ കെട്ടിടത്തിൽ ഒരു നീളൻ വരാന്തയുണ്ട്. അപ്പോൾ അതൊരു റൂമിൻ്റെ അത്രയും വീതിയുള്ള വരാന്തകൾ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു പഴയ കെട്ടിടമാണ്, വളരെ പഴയ കെട്ടിടം. അപ്പം ഞാൻ ഇങ്ങനെ ഈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ നോക്കിയപ്പം, ഈ രണ്ട് സൈഡിലും കടകളാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ നോക്കിയപ്പം ആ ഇറയം കിടന്ന് ഒരു റൂമിനകത്ത്, ഒരു ഇരുട്ടുമുറിയാണ്, ആ മുറിയിൽ ഒരാൾ അവിടെ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു കേട്ടോ. ഒരു ആൾ നല്ല വെളുത്ത നിറമാണ്. അപ്പം പെട്ടെന്ന് ശ്രദ്ധിച്ചു ഞാനത്. അതിനകത്ത് ലൈറ്റൊന്നുമില്ല. പക്ഷെ ആ ഒരു മനുഷ്യൻ ഒരിടത്ത് ആ ഒരു മുറിക്കകത്ത് ഇരിക്കുന്നു എന്ന് ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ തിരിച്ചു വരുമ്പോൾ എനിക്കിവിടെ കയറണം, അദ്ദേഹത്തെ ഒന്ന് കാണണം. ഇതൊരു പുരുഷനായിരുന്നു എന്ന് ഞാൻ ആ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് നടന്നു പോയി. എല്ലാവരും പോയി, അപ്പോൾ ഞാനും കൂടെ പോയി. അപ്പോൾ എനിക്ക് എന്തായാലും കാണണം എന്നുള്ളൊരു ഉൾവിളി അങ്ങ് വന്നു കേട്ടോ. അങ്ങനെ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. അപ്പോൾ ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ ഞാൻ ഹസ്ബൻഡിനെ പറഞ്ഞ് എനിക്ക് കുറച്ച് പൈസ തരുമോ. അപ്പോൾ എന്തിനെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്കൊരാളിന് ഇങ്ങനെ ദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ആള് പൈസ തന്നു. ഞാനിത് കൊണ്ട് ആ റൂമിലേക്ക് ആ ഒരു ഇറയം കടന്ന് ആ റൂം കുറച്ചുകൂടെ ഉള്ളിലോട്ട് ഈ കട്ടിലാണ് ആളിരിക്കണം. ഞാൻ പെട്ടെന്ന് ചെന്ന് നോക്കിയപ്പം ആളിനൊരു കാലില്ല. പിന്നെ അടുത്ത കാലിൻ്റെ മുട്ട് വരെ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു വലിയ ഷൂ ഇട്ടിട്ടുണ്ട് ആള്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഇദ്ദേഹത്തെ കാണണം എന്നെനിക്ക് തോന്നിയത്, എന്താണെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് പൈസയും കൂടെ വാങ്ങിച്ചു കേട്ടോ. ഈ കാലില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് പൈസയും കൂടെ വാങ്ങിച്ചു. അപ്പോൾ ആള് എന്താണോ ഓരോ ഒബ്ജക്ഷനും പറയാതെ ഞാൻ ചോദിച്ച പൈസ ആളെനിക്ക് തന്നു. സാധാരണ എപ്പോഴും എന്തിനാണ് എന്ന് ചോദിക്കും. ഞാൻ കുറച്ച് പൈസ ചിലവാക്കുന്ന ആളാണ് എന്നാണ് ആളിൻ്റെ ഒരു പരാതി. അപ്പോൾ ഞാൻ ചോദിച്ച പൈസ അദ്ദേഹം എനിക്ക് തന്നു. അപ്പം ഈ പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ കൊടുത്തു. അപ്പം എന്നോട് എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് ഹിന്ദിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പൈസയാണ്. അപ്പോൾ
അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ അമ്പരന്നിരിക്കുന്നു കേട്ടാ. ആളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല. ആള് ആരെയൊന്നും പൈസ വാങ്ങാൻ ഇരിക്കുന്ന ആളല്ല. എനിക്ക് ആളിനെ കാണണം എന്ന് തോന്നിയ സമയത്ത് ഒരു ദക്ഷിണ കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഹസ്ബൻഡിൽ നിന്ന് പൈസ വാങ്ങിച്ചത്. അപ്പോൾ മാത്രമല്ല, ഈ ഒരു സ്ഥലത്തേക്ക് ആരും പെട്ടെന്ന് കയറി ചെല്ലൂല. കാരണം പെട്ടെന്ന് മറ്റുള്ളവർക്ക് കാണാൻ പാകത്തിനല്ല അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹം ഒരു ഇറയാൻ കഴിഞ്ഞ് അകത്തുള്ള റൂമിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ആളിൻ്റെ ഈ കാല് ഇല്ലാത്തത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോക്കായിപ്പോയി. അപ്പോഴാണ് ഞാൻ ഈ ഹസ്ബൻഡിൽ നിന്ന് കുറച്ച് എനിക്ക് പൈസ തരാൻ പറഞ്ഞപ്പോൾ ആളും കൂടെ കയറി വന്ന്. അപ്പോൾ ഈ പൈസ കൊടുത്ത സമയത്ത് അദ്ദേഹം എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇരുന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇതെത്രയാണ്. അപ്പോൾ ആ സമയത്താണ് മനസ്സിലായത് അദ്ദേഹത്തിന് കണ്ണും കണ്ടുകൂടാ, 2 കണ്ണും കണ്ടുകൂടാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പൈസ ഇത്രയാണോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ അത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് എവിടുന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ കേരള. അപ്പോൾ തിരുവനന്തപുരം. അങ്ങനെ അദ്ദേഹം അങ്ങനെയാണ് ചോദിച്ചു, തിരുവനന്തപുരം. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അപ്പോൾ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പേര് പറഞ്ഞു. എൻ്റെ പേര് വിശ്വലത. അപ്പോൾ ഇത് ഇത്രയും ചോദിച്ചുള്ളൂ. പക്ഷേ ആളിങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു കേട്ടോ. കാരണം പൂണൂലിട്ടിട്ടുണ്ട്. ഒരു വല്ലാത്ത തേജസ്സുള്ള, ഒരു മുടി പോലും പിന്നെ കറുത്തതില്ല, ഫുള്ള് നരച്ച മുടിയുള്ള ഒരു സ്വർണ്ണ നിറമുള്ള ഒരാൾ കേട്ടാ. അപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചല്ല ഞാൻ പോയത്. അദ്ദേഹത്തിന് കണ്ണ് കണ്ടുകൂടെന്നോ അദ്ദേഹത്തിന്റെ കാലിന് ബുദ്ധിമുട്ടുണ്ടെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ അപ്പൊ ഞാനും അങ്ങ് സ്റ്റക്കായിപ്പോയി. അയ്യോ ഇതെന്തിങ്ങനെ, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നിച്ചതിന് എന്തോ ഒരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ടുപേരും അനുഗ്രഹം വാങ്ങി തിരികെ വന്നു. അപ്പോൾ എൻ്റെ മനസ്സിനെ അത് വല്ലാതെ അത് ഇതാക്കി കളഞ്ഞു കേട്ടാ. ഞാൻ വിചാരിക്കണം ഇത്രയും 10-20 ആൾക്കാർ പോയതാണ്, ഞാൻ മാത്രമാണ് അദ്ദേഹത്തെ കണ്ടത്. മാത്രമല്ല ചിലപ്പോൾ മറ്റുള്ളവർ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു റൂമിനകത്തിരിക്കുന്ന ആളിനെ പോയി കാണണമെന്ന് ചിലപ്പം വേറെ ആർക്കും തോന്നിയിട്ടില്ല. വേറെ ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. വേറെ ആരും ഈ ആളിനെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ കൂടെ പിന്നെ സംസാരിച്ചപ്പോൾ ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അതൊരു വളരെ എനിക്കത് എന്ത് എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അത്രയും എന്നെ അങ്ങ് എനിക്കൊരു ഒലച്ചിൽ തോന്നിയിട്ടാണ്. അത് എനിക്ക് തോന്നിയത് എന്തോ ഒരു കർമ്മത്തിൻ്റെ കടമുണ്ടാവും. ഈ കാളിഘട്ടുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് എനിക്ക്. അപ്പോൾ എന്തോ ഒരു കർമ്മമുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങണം എന്ന് എനിക്കൊരു എന്തോ ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം എനിക്ക് അദ്ദേഹത്തെ കാണാനും പെട്ടെന്നൊരു നിമിഷം കൊണ്ട് കാണാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാനും ഒക്കെ പറ്റിയത്. അതെനിക്ക് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നമുക്ക് പലപ്പോഴും ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണല്ലോ കിട്ടണത്. ഈ വൈബ്രേഷനോ അല്ലെങ്കിൽ ഒരു സന്തോഷമോ അങ്ങനെയൊക്കെയാണല്ലോ കിട്ടണത്. ഇത് അങ്ങനെയൊന്നും അല്ലാത്തൊരു കാര്യം അവിടെ സംഭവിച്ചു. അപ്പോൾ അതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടാ. ഇതൊരു വല്ലാത്തൊരു ഇത് തന്നെയായിരുന്നു എനിക്ക്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടത് എന്തുകൊണ്ടാണ് ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ അങ്ങനെ പെട്ടെന്ന് കണ്ടതും എനിക്ക് എവിടെ പോകണമെന്ന് തോന്നിയതും അദ്ദേഹത്തിന് കാശ് കൊടുക്കണമെന്ന് തോന്നിയതും എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അതൊരു കാളിഘട്ടിൽ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ദേവിയായിട്ട് എന്തോ ഒരു കണക്ട് ചെയ്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇതാണ് എനിക്ക് കാളിഘട്ടിൽ വെച്ചുണ്ടായ ഒരു കാര്യം. പിന്നെ കാമാഖിയിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഓരോ വീഡിയോയിൽ പറഞ്ഞു തരാമേ. ഞാൻ കാമാഖിയെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ വേറെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇട്ടേക്കാം. അത് ഷോർട്സും അല്ലാത്ത വീഡിയോ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോസ് ഉണ്ട്, അത് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഇത് ഡിവൈൻ മെസ്സേജിലൂടെ നിങ്ങളോട് പറയണമെന്ന് തോന്നി. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും, ഞാനുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാവർക്കും ഈ എനർജി കിട്ടി എന്ന് എനിക്കറിയാം. കാരണം എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ആ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത്
കാമാഖിയിലിരുന്ന് ആ ഒരു എനർജി എനിക്ക് പാസ് ചെയ്യാൻ പറ്റിയ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദേവിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. താങ്ക് യു. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു.